നമസ്കാരം. പറക്കാട് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പുലക്കോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പട്ടണത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് പുലക്കോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പുലക്കോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുലക്കോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. പുലക്കോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം നാളിതുവരെ നിർണ്ണയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാന ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി വാണരുളുന്ന സ്വയംഭൂവായ ശ്രീധർമ്മശാസ്താവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പ്രധാന പ്രതിഷ്ഠയുടെ ഇടതരികു ചേർന്ന് മുത്തപ്പന്റെ പ്രതിഷ്ഠയുമുണ്ട്. കൂടാതെ ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായി ഭദ്രകാളിയും, പ്രധാന ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്ത് ചെറിയൊരു ശ്രീകോവിലിൽ മഹാഗണപതിയും, ഗണപതിയുടെ ഇടതുഭാഗത്ത് ചെറിയൊരു തറയിൽ നാഗയക്ഷി പ്രതിഷ്ഠയും നാഗരാജാവ് സങ്കല്പവുമുണ്ട്. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. പെരുമ്പാവൂർ പട്ടണത്തോട് ചേർന്നാണ് ഈ പുലക്കോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും പട്ടണത്തിന്റെ ശബ്ദകോലാഹലങ്ങളില്ലാതെ തികച്ചും ശാന്തസുന്ദരമായി ചെറിയൊരു സ്ഥലപരിമിതിക്ക് ഉള്ളിൽ ഒതുങ്ങി തികച്ചും ലളിതമായ രീതിയിലുള്ള ശ്രീകോവിലിൽ ഇടതുകൈയിൽ ദണ്ടുമേന്തി വലതുകൈ അനുഗ്രഹഭാവത്തിൽ പിടിച്ച് പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്താവിന്റെ ജ്യേഷ്ഠഭാവത്തിൽ നിലകൊള്ളുന്ന ശാന്തസ്വരൂപനും സുന്ദരരൂപനുമായ ശ്രീ അയ്യപ്പനാണ് ഈ പുലക്കോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് ദർശനമായി വാണരുളുന്നത്. ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകളെല്ലാം തന്നെ പ്രധാന ശ്രീകോവിലിലെ ശ്രീ അയ്യപ്പനോടൊപ്പം പടിഞ്ഞാറ് ദർശനമായി നേർരേഖയിൽ വാണരുളുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്താവിന്റെ ജ്യേഷ്ഠനായ പുലക്കോട്ട ശ്രീ അയ്യപ്പൻ എങ്ങനെയാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത്? എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് പുലക്കോട്ട എന്ന പേര് വന്നത്? പുലക്കോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക്. പന്തള രാജാവ് എടുത്തു വളർത്തി പന്തളം കൊട്ടാരത്തിൽ വളർന്ന മണികണ്ഠനായ അയ്യപ്പനെ വളരെ ചെറുപ്പത്തിൽ തന്നെ പന്തളം രാജാവ് ആയോധന കലകളും മറ്റു വിദ്യകളും അഭ്യസിപ്പിച്ചു. ശ്രീ ധർമ്മശാസ്താവിന്റെ ചൈതന്യമുള്ള ശ്രീ അയ്യപ്പൻ ആയോധന കലയിലും സൗന്ദര്യം കൊണ്ടും സത്സ്വഭാവം കൊണ്ടും മറ്റുള്ളവരിൽ അസൂയയുണ്ടാകും വിധം വളർന്ന് വില്ലാളി വീരനായി മാറി. അക്കാലത്ത് പന്തളം രാജാവിനോട് നിരന്തരം യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചടക്കാൻ ശ്രമിച്ചിരുന്ന ഉദയനൻ എന്ന പേരായ ഒരു കാട്ടുരാജാവ് ഉണ്ടായിരുന്നു. ഈ ഉദയനന്റെ നിരന്തരമായ ആക്രമണവും യുദ്ധവും കൊണ്ട് പന്തള രാജാവിന്റെ സൈന്യത്തിന് പരിക്കുകൾ പറ്റിക്കൊണ്ടിരുന്നു. ഇത് പന്തള രാജാവിനെ ആകെ അസ്വസ്ഥനാക്കി. ഇത് മനസ്സിലാക്കിയ ശ്രീ അയ്യപ്പൻ പടയ്ക്ക് ആളെ കൂട്ടുന്നതിനായി പന്തള രാജ്യത്ത് നിന്നും വടക്കോട്ട് യാത്ര തിരിച്ചു. ഈ പെരുമ്പാവൂരിൽ എത്തിച്ചേർന്ന അദൃശ്യരൂപനായ അയ്യപ്പൻ തൻ്റെ അത്ഭുത സിദ്ധി കൊണ്ട് ജ്യേഷ്ഠനും അനുജനുമായി രൂപമെടുത്തു. ഈ പ്രദേശത്തെ ഭൂപ്രഭുവായിരുന്ന കോട്ടയിൽ കർത്താവ് ഈ തേജോന്മുഖന്മാരായ സഹോദരന്മാരെ കാണുകയും അവരോട് വിവരം തിരക്കുകയും ചെയ്തു. ഞങ്ങൾ തൊഴിൽ അന്വേഷിച്ച് ഈ പ്രദേശത്ത് വന്നവരാണെന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും തൊഴിൽ തരണമെന്നും അയ്യപ്പന്മാർ കോട്ടയിൽ കർത്താവിനോട് അപേക്ഷിച്ചു. കോട്ടയിൽ കർത്താവിന് ഈ സുന്ദരരൂപന്മാരെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പെരുമ്പാവൂരിൽ കൊത്തിക്കിളച്ച് കൃഷി ചെയ്തോളൂ, ആവശ്യത്തിന് സഹായികളെയും കൂട്ടിക്കൊള്ളൂ, നിങ്ങൾക്ക് ചിലവിനുള്ളതെല്ലാം ഞാൻ തന്നുകൊള്ളാം എന്ന് കോട്ടയിൽ കർത്താവ് ഈ അയ്യപ്പന്മാരോട് പറഞ്ഞു. അങ്ങനെ കുമാരന്മാർ തങ്ങൾക്ക് കിട്ടിയ ഭൂമിയിൽ കൊത്തിക്കിളച്ച് കൃഷി ആരംഭിക്കുകയും ഇവിടെ തന്നെ കുടിൽ കെട്ടി താമസം ആരംഭിക്കുകയും ചെയ്തു. കുമാരന്മാരുടെ കഠിനാധ്വാനം കൊണ്ട് കോട്ടയിൽ കർത്താവ് കൂടുതൽ സഹായികളെ നൽകുകയും കൃഷിഭൂമിയുടെ പൂർണ്ണമായ ചുമതല ഈ കുമാരന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു. കൃഷിക്ക് കൂടുതൽ ആളുകളെ കൂട്ടുന്നതിനായി കുമാരന്മാർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് പറവൂർ വരെ എത്തി. അവിടെ നിന്നും കുറച്ച് ആളുകളെ ഈ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നു. ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണത്തിന് ആവശ്യമായ നെല്ല് കോട്ടയിൽ കർത്താവ് നൽകിക്കൊണ്ടിരുന്നു. കൃഷിഭൂമിയിൽ പണിയെടുക്കുന്ന ആരോഗ്യ ദൃഢഗാത്രന്മാരായ എല്ലാ പണിക്കാരോടും
കൃഷിഭൂമിയിൽ ഉച്ചവരെ പണിതാൽ മതിയെന്നും പിന്നീട് സന്ധ്യയാകുമ്പോൾ ഇവിടെ എത്തിച്ചേരണമെന്നും കുമാരന്മാർ പറഞ്ഞു. അതനുസരിച്ച് ഉച്ചവരെ കൃഷിയിടങ്ങളിൽ പണിയുകയും സന്ധ്യയാകുമ്പോൾ കുമാരന്മാരുടെ ശിക്ഷണത്തിൽ കൃഷിഭൂമിയിൽ പണിയെടുക്കുന്നവർക്ക് കുമാരന്മാർ ആയോധന അഭ്യാസ മുറകൾ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ കൃഷിക്കാരെല്ലാവരും ആയോധന കലയിൽ വലിയ പ്രഗത്ഭരായി മാറി. തങ്ങളുടെ കൂടെയുള്ളവരെല്ലാം നല്ല യോദ്ധാക്കളായി മാറി എന്ന് മനസ്സിലാക്കിയ കുമാരന്മാർ അവരെല്ലാവരെയും കൂട്ടി പട നയിച്ച് എരുമേലിയിലെത്തി. എരുമേലിയിലെത്തിയ അവർ കാട്ടുരാജാവായ ഉദയനന്റെ കോട്ട തകർക്കുകയും ഉദയനെ വധിക്കുകയും ചെയ്തു. പിന്നീട് വിജയശ്രീലാളിതരായ യോദ്ധാക്കളോട് പെരുമ്പാഴൂരിൽ ചെന്ന് കൃഷി തുടരുവാൻ പറഞ്ഞ ശേഷം കുമാരന്മാർ പന്തളത്തേക്ക് മടങ്ങി. പന്തളത്ത് മടങ്ങിയെത്തിയ അയ്യപ്പൻ പന്തള രാജാവിനെ കണ്ട് ഉദയനനെ വധിച്ച വിവരം അറിയിച്ചു. പന്തള രാജാവിന് വളരെ സന്തോഷമായി. അദ്ദേഹം അയ്യപ്പനോട് തുടർന്ന് പന്തളം കൊട്ടാരത്തിൽ താമസിക്കുവാൻ നിർദ്ദേശിച്ചു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ പെരുമ്പാഴൂരിലെത്തി തൻ്റെ കൃഷിസ്ഥലവും യോദ്ധാക്കളെയും കാണണമെന്ന് അയ്യപ്പന് അതിയായ ആഗ്രഹമുണ്ടായി. അങ്ങനെ അവർ വീണ്ടും 2 കുമാരന്മാരുടെ രൂപം പൂണ്ട് ഈ പെരുമ്പാഴൂരിൽ എത്തിച്ചേർന്നു. കുമാരന്മാർ ഈ പ്രദേശത്ത് വന്നപ്പോൾ ഈ പ്രദേശമാകെ ഫലഭൂയിഷ്ടമായ കൃഷിസ്ഥലങ്ങളായി മാറിയത് കാണുകയും തങ്ങളുടെ പടയാളികൾ വൈകുന്നേരങ്ങളിൽ അഭ്യാസമുറകൾ പഠിക്കുന്നതും അയ്യപ്പന്മാർ ശ്രദ്ധിച്ചു. അങ്ങനെ സന്തോഷിച്ച് നടന്ന അയ്യപ്പന്മാർ ഒടുവിൽ രാത്രിയായത് അറിഞ്ഞില്ല. രാത്രിയിൽ അങ്ങനെ നടന്ന അവർ കാടിനകത്ത് ഒരു ഗുഹ കണ്ടു. ആ പ്രദേശം കടുവകളുടെ കൂട്ടസങ്കേതമായിരുന്നു. അങ്ങനെ അവർ ഗുഹയിലേക്ക് വിശ്രമിക്കാനായി കയറി. കുമാരന്മാരെ കണ്ട കടുവകൾ ആ പ്രദേശത്തു നിന്നും ഓടിമറഞ്ഞു. കുമാരന്മാർ വിശ്രമിച്ച ഗുഹയുള്ള ആ പ്രദേശം ഇന്ന് കടുവാൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ 2 കുമാരന്മാരും രാത്രിയിൽ കടുവാളിലെ ഗുഹയിൽ വിശ്രമിക്കവേ ദൂരെ എവിടെ നിന്നോ ഒരു തുടികൊട്ടും പാട്ടും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. നെൽവയലുകളിൽ നിന്നും സമൃദ്ധിയായി വിളകെട്ടിയതിന്റെ ആഹ്ലാദത്തിന്റെ പാട്ടാണ് കേൾക്കുന്നതെന്ന് കുമാരന്മാർക്ക് മനസ്സിലായി. ആ ആഹ്ലാദ പ്രകടനം കാണുന്നതിനായി കുമാരന്മാർ 2 പേരും ഗുഹയിൽ നിന്നിറങ്ങി തുടികൊട്ടും പാട്ടും കേട്ട ഭാഗത്തേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ പുലത്തിൽ പണിയെടുക്കുന്ന പുലത്തിന്റെ അധിപന്മാരായ, അതായത് വയലിൽ പണിയെടുക്കുന്ന ആരോഗ്യ ദൃഢഗാത്രന്മാരായ പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളെയും അവരുടെ ഭാര്യമാരെയും കണ്ടു. അതിൽ പ്രധാനിയായ അവരുടെ കാരണവരായ മുത്തപ്പന്റെ നേതൃത്വത്തിൽ ഒരു തീക്കുണ്ടത്തിന് ചുറ്റുമായി അവർ തപ്പും തുടിയും കൊട്ടി പാടുന്നതും ആടുന്നതും കുമാരന്മാർ ശ്രദ്ധിച്ചു. അതുമാത്രമല്ല, കുമാരന്മാരുടെ ദിവ്യദൃഷ്ടിയിൽ മുത്തപ്പന്റെയും സംഘത്തിന്റെയും പാട്ട് കേട്ട് ഭദ്രകാളിയമ്മ തീക്കുണ്ടത്തിനരിയിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കുമാരന്മാർ കണ്ടു. എന്നാൽ ഭദ്രകാളിയെ കണ്ട് എന്തോ പന്തികേട് തോന്നിയ അനുജനായ അയ്യപ്പൻ അങ്ങോട്ട് പോകുവാൻ തയ്യാറായില്ല. എന്നാൽ ജ്യേഷ്ഠനായ അയ്യപ്പൻ എന്താണ് സംഗതി എന്നറിയുന്നതിനായി അങ്ങോട്ട് പോകുവാൻ തീരുമാനിച്ചു. ജ്യേഷ്ഠനായ അയ്യപ്പൻ തീക്കുണ്ടത്തിനരിയിലേക്ക് നടന്നു. അനുജനായ അയ്യപ്പൻ അത് നോക്കി നിന്നു. തങ്ങളുടെ അരിയിലേക്ക് വരുന്ന യജമാനായ അയ്യപ്പനെ കണ്ട് പുലയർ സന്തോഷിക്കുകയും തുടി ഒട്ടിപ്പാടി സ്വീകരിക്കുകയും ചെയ്തു. അയ്യപ്പനെ കണ്ട ഭദ്രകാളിയാകട്ടെ താൻ രാത്രികാലങ്ങളിൽ ഈ കൃഷിസ്ഥലത്ത് വരാറുണ്ടെന്നും ഇവരുടെ കൊട്ടും കളിയും പാട്ടും എല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണെന്നും ശ്രീഭദ്രകാളി അയ്യപ്പനോട് പറഞ്ഞു. പിന്നീട് പുലയരുടെ കൊട്ടും കളിപ്പാട്ടിൽ മതിമറന്ന അയ്യപ്പനും ഭദ്രകാളി അമ്മയും അവരോടൊപ്പം നൃത്തം ചെയ്യുകയും അവരോടൊപ്പം പാടി ആനന്ദിക്കുകയും ചെയ്തു. പുലയരാകട്ടെ നേരം പുലരുവോളം യാതൊരു ക്ഷീണവുമില്ലാതെ പാടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ നേരം വെളുത്ത് പോകുവാൻ ഒരുങ്ങിയ അയ്യപ്പന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പുലയർ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇനി എന്നും അയ്യപ്പൻ ഞങ്ങളോടൊപ്പം വേണമെന്നും ഞങ്ങളെ വിട്ടു പോരുതെന്നും അവർ അയ്യപ്പനോട് അപേക്ഷിച്ചു. പുലയരുടെ ഭക്തിയിലും സ്നേഹത്തിലും തുടിതാളത്തിലും മതിമറന്ന് ആഘോഷിച്ചു നിന്ന ശ്രീഭദ്രകാളിയും ശ്രീ അയ്യപ്പനും മറ്റൊന്നും ചിന്തിച്ചില്ല. ഇനി മുതൽ എന്നും ഞങ്ങൾ 2 പേരും ഇവിടെ ഉണ്ടാകുമെന്നും ഞങ്ങളെ ഭജിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എന്നും സന്തോഷവും സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും അരുൾ ചെയ്തു. ഇത് പറഞ്ഞു തീർന്നതും സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിന്റെ അംശമായ അയ്യപ്പൻ സ്വയംഭുവായി ഇവിടെ കുടികൊണ്ടു. ഇതെല്ലാം കണ്ടു നിന്ന അനുജനായ അയ്യപ്പൻ ഇത് തൻ്റെ അവതാര നിയോഗമാണെന്ന് മനസ്സിലാക്കി. അതിരാവിലെ ഈ പ്രദേശത്തു കൂടി പോയ കോട്ടയിൽ കർത്താവ് ഏകനായി നിൽക്കുന്ന അനുജനായ അയ്യപ്പന്റെ സമീപത്തെത്തി അവരുടെ കൃഷിയെപ്പറ്റിയും അവരുടെ കഠിനാധ്വാനത്തെപ്പറ്റിയും ഏറെ പ്രശംസിച്ചു. ഒരുപാട് നെല്ലും തേങ്ങയും വിളകളും ലഭിക്കുന്നതുകൊണ്ടാണോ എൻ്റെ കൂലിയായ നെല്ല് വാങ്ങാൻ വരാത്തത് എന്ന് കോട്ടയിൽ കർത്താവ് അയ്യപ്പനോട് ചോദിച്ചു. നന്ദിപൂർവ്വം അനുജനായ അയ്യപ്പൻ പറഞ്ഞു, താങ്കൾ ചെയ്ത സഹായങ്ങൾക്കെല്ലാം നന്ദി. താങ്കൾക്ക് പ്രത്യുപകാരമായി ഞാൻ ഈ വാർപ്പിനടിയിൽ ഒരു സമ്മാനം വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിലത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴാണ് നിലത്തൊരു വാർപ്പ് കമിഴ്ത്തിയിട്ടിരിക്കുന്നത് കർത്താവ് കണ്ടത്. കർത്താവും അനുയായികളും വാർപ്പ് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വളരെ പണിപ്പെട്ട് അവർ വാർപ്പ് ഉയർത്തി നോക്കിയപ്പോൾ വാർപ്പിനടിയിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ കണ്ടു. അവർ തലയുയർത്തി നോക്കിയപ്പോൾ അവിടെ അയ്യപ്പനെ കണ്ടില്ല. ആ സമയം ഒരു സന്യാസി അവിടെ വരികയും ഇതെല്ലാം ധർമ്മശാസ്താവിൻ്റെ ലീലാവിലാസങ്ങളാണെന്ന്
അറിയിക്കുകയും ചെയ്തു. ഈ സ്വർണ്ണ കൂമ്പാരത്തിനുള്ളിൽ ഒരു ധർമ്മശാസ്താവിന്റെ വിഗ്രഹമുണ്ടെന്നും അതിവിടെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാനും സന്യാസി കർത്താവിനോട് ആവശ്യപ്പെട്ടു. ആ വിഗ്രഹം ഇടതു കൈ കുത്തി ഇടതു തുട കിടത്തിയിട്ട് ചിന്മുദ്രയോട് കൂടിയുള്ള ശ്രീ ധർമ്മശാസ്ത്ര വിഗ്രഹമായിരുന്നു. തുടർന്ന് കോട്ടയിൽ കർത്താവും തച്ചോത്ത് കൈമളും ചിറയത്ത് മേനോനും ചേർന്ന് ശാസ്താ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രമാണ് പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അങ്ങനെ പെരുമ്പാവൂരിന്റെ മണ്ണിൽ രണ്ട് ചൈതന്യത്തോടെ ജ്യേഷ്ഠ അന്ത്യ സങ്കല്പത്തിൽ രണ്ട് ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു. പുലക്കോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ശക്തിയും പ്രാധാന്യവും മനസ്സിലാക്കി ജാതിമത ഭേദമന്യേ നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെത്തി ശാസ്താവിനെയും ഭദ്രകാളിയെയും മറ്റു ഉപദേവതകളെയും ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ വിജയവും സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ്. എനിക്ക് ഒരു വീടുണ്ടായില്ല. ഞാൻ എൻ്റെ തറവാട്ടിലായിരുന്നു. അന്നേരം ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു. വീട്ടിൽ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് കിടക്കാനൊരു മരം എനിക്ക് തരണം. തന്ന ഞാനിവിടെ വന്ന് നിങ്ങളുടെ അടിമയെ ഇവിടെ എന്താ വേണ്ടത് ഞാൻ ചെയ്തേക്കാം എന്നും പറഞ്ഞ് ഞാനത് നേർന്നു. എനിക്കത് കിട്ടുകയും ചെയ്തു. ഇപ്പം എനിക്ക് കിട്ടിയിട്ട് 24 വർഷമായി വീട് ശരിയായി കിട്ടിയിട്ട്. വിളിച്ച വിളിയേക്കണ അമ്മയാണ്, അവിടെ വിളിച്ച വിളിയേക്കണ അയ്യപ്പനാണ്. നിങ്ങൾ വന്ന് അവിടെ വന്ന് നിങ്ങൾ മനസ്സൊരുക്കി വിളിച്ചാൽ നിങ്ങൾക്ക് വിളി കേൾക്കും, നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം തരും. എനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയണെന്ന് പറഞ്ഞു. അവർ മിക്ക ആൾക്കാരും ഞാൻ മുണ്ടെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ അമ്പലം. അവർക്ക് അതിനുള്ള ഫലം കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് അവർ ഇപ്പോഴും അവിടെ വരേണ്ടവർ ഇഷ്ടം പോലെ ആൾക്കാർ, ഞാൻ പറഞ്ഞ ആൾക്കാർ മിക്ക ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അതിനുള്ള ഫലം അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. എൻ്റെ മോനൊരു കടുവാളുടെ ഒരു പൈപ്പൊക്കെ ഇതിൻ്റെ ഒരു കുഴി, ആ കുഴിയിലേക്ക് ചാടിപ്പോയിട്ട് ഒന്നും സംഭവിച്ചില്ല. വണ്ടിക്കും പറ്റിയില്ല, എൻ്റെ മോനൊന്നും സംഭവിച്ചില്ല. അങ്ങനെ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്ന പരിപാടി കാണാനായിട്ട് വന്ന ഒരു ചേച്ചി അത് അന്ന് ഒരു കമ്മൽ പണയത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് കാതിലിട്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ആ കമ്മൽ കാണാനില്ല. അത് ഇവിടെ നോക്കാത്ത സ്ഥലമില്ല, കരച്ചിലും പിടിച്ചിലും ഒക്കെ. അപ്പോൾ ഇവിടുത്തെ ഇപ്പം നിൽക്കണ ഉണ്ണി, ഖജാൻജിയായിട്ട് നിൽക്കണ ഉണ്ണി പറഞ്ഞു, ചേച്ചി വിളിക്കൊന്നും വേണ്ട, ചേച്ചി നടക്കെ ചെന്ന് പ്രാർത്ഥിച്ച് ദേവിക്കൊരു വഴിപാട് നേർന്നിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പം ഒരു സെക്കൻഡ് പോലും ആവണതിന് മുമ്പ് ആ വഴിപാട് നേർന്നു വന്ന് അതിനപ്പം തന്നെ ആ കമ്മൽ കിട്ടി. അത് ഭയങ്കര ജനായിരുന്നു. ഇന്നലെ ഭയങ്കര ജനായിരുന്നു. ആ അപ്പം തന്നെ എൻ്റെ കമ്മൽ കിട്ടി. അത് അടക്കം നിന്ന് എന്നെ വഴിപാടും കഴിച്ചു അത് നിന്ന് കരയാണ്. അതാണ് ഇപ്പം ഈ അടുത്തിടെ ഇന്നലെ ഉണ്ടായ സംഭവം. അതുപോലെ ഒരുപാട് പേർക്ക് അങ്ങനെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ പറ്റുമ്പോഴൊക്കെ ഞാൻ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് എൻ്റെ കെട്ടുനിറ ഞാൻ നിറച്ചു പോയത് ഇവിടുന്നാണ്, അയ്യപ്പൻ്റെ അടുത്തു നിന്നാണ് നിറച്ചു പോയത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്പലമാണ്. ജോലിയുടെ ആവശ്യത്തിനും എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ആദ്യം അയ്യപ്പനെ വിളിക്കാറ്. കാര്യങ്ങളൊക്കെ അയ്യപ്പൻ നടത്തി തരാറുണ്ട്. അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക സൊല്യൂഷൻ കണ്ടെത്തി തരും. അതുപോലെ തന്നെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അതിന് വേഗം ഒരു പരിഹാരം ഉണ്ടാക്കി തരും. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. എൻ്റെ 3 പെൺപിള്ളേരും ഒരാണുമാണ് എനിക്കുണ്ടായ. അവരെ പഠിപ്പിക്കാനൊക്കെ അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണ് ഞാൻ. ഒരാളുടെ വരുമാനം കൊണ്ട് എല്ലാ കാര്യവും നടക്കൂലല്ലോ. പക്ഷേ ഈ പുലക്കോട്ട ശാസ്താവിൻ്റെയും ഭഗവതിയുടെയും ഇവിടുത്തെ ഉപദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിലുള്ള ജോലി സമ്പാദിക്കുകയും ചെയ്തു. ഇത്തവണത്തെ ഉത്സവത്തിന് ഇവിടെ വെള്ളിയാഴ്ച, അതായത് 18-ാം തീയതി ഇവിടുത്തെ ഉത്സവത്തിന് ഭഗവതിയുടെ പാട്ട്, കൊട്ടും പാട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായി. അപ്പം അതിങ്ങനെ കണ്ട് കേട്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ പൊതുവെ അങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ആടുകയൊന്നും ചെയ്യുന്ന ആളല്ല. പക്ഷെ അത് കേട്ട സമയത്ത് എനിക്ക് എന്തോ ഒരു ഫീല്, എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എനർജി വന്ന് ഞാൻ അതിനകത്തേക്ക് ലയിച്ച് ഞാനല്ലാത്ത ഭഗവതിയുടെ ഒരു ചൈതന്യം പകർന്നാടിയ പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. അതിനുശേഷം ഞാൻ തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്ത പോലെ, ഒന്ന് പ്യുവറായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മൊത്തത്തിൽ ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ കുറേ സങ്കടങ്ങൾ, അതൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കണ ഒരാളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സമാധാനം, പിന്നെ ദേഷ്യം കുറഞ്ഞു, ഒരു പുതിയൊരു വെർഷൻ അങ്ങനെ പറയാം. ആ ഒരു നിലയിലേക്ക് എത്തി. ആ ഒരു വെള്ളിയാഴ്ചത്തെ ആ ഒരു പരിപാടി ഇവിടെ വന്ന് കണ്ട് ആസ്വദിച്ച് അതിനകത്ത് പങ്കുചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, അത് വലിയൊരു അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
എൻ്റെ അച്ഛൻ തന്നെ ഇവിടെ അമ്പലത്തിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പകാലം മുതൽ ഇവിടെ നിന്ന് ഭജിക്കുകയും ഞങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ പൊങ്കാല ഇടാൻ വന്നത് എൻ്റെ മോളുടെ കല്യാണം നടക്കാൻ വൈകിയപ്പോൾ ഞാൻ പൊങ്കാല ഇട്ടോളാം ദേവി എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആ പൊങ്കാലയാണ് ഇന്ന് ഞാൻ സമർപ്പിച്ചത്. ദേവിക്ക് ഭക്തിയോടെ ഇന്ന് ഞാൻ സമർപ്പിച്ചത് ആ പൊങ്കാലയാണ്. അതായത് നമ്മൾ ആത്മാർത്ഥമായി ഭജിച്ചാൽ ഒരിക്കലും കൈവിടിയില്ല. എൻ്റെ ചരിത്രത്തിൽ ഒരു ചേട്ടന് ജോലി തന്നെ ഭഗവാൻ കൊടുത്തതായിട്ടുള്ള അറിവുകൊണ്ട് ആ ജോലി കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഒരു കരിങ്കൽ വിളക്ക് സ്ഥാപിച്ചിരുന്നു പുള്ളി. ആ ജോലി കിട്ടിയതിൻ്റെ ഉദ്ദിഷ്ട ഇതായിട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്നു. അത്രയുള്ളൊരു അനുഭവം എനിക്കുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ച് കഴിയുന്നവരാണ്. ഞാൻ ശബരിമല അയ്യപ്പനെ പോലെയാണ് പുലക്കോട്ട് ധർമ്മശാസ്താവിനും കണക്കാക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ 3 പെൺപിള്ളേരായിരുന്നു. അപ്പം അമ്മയുടെ അച്ഛൻ ഇങ്ങനെ ഗുരുസ്വാമി ആയിരുന്നു. ഈ 41-നും മകരവിളക്കിനും ഇങ്ങനെ പുതിയ ആൾക്കാരെ ശബരിമലയ്ക്ക് കൊണ്ടുപോകണ ഒരു ഗുരുസ്വാമി ആയിരുന്നു. അപ്പം ഞങ്ങൾ 3 പെൺപിള്ളേരായതുകൊണ്ട് ആൺകൊച്ചുങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ മുത്തച്ഛനായിട്ട് അമ്മയുടെ അച്ഛനായിട്ട് ഇങ്ങനെ മകൾക്ക് 4ാം കാലം ആണായിരിക്കണം, അത് ഞാൻ ശബരിമലയ്ക്ക് ആ കൊച്ചിനെ വെളുക്ക് കഴിച്ച് നിറച്ച് അവിടെ കൊണ്ടുവന്നേക്കാന്ന് വഴിപാട് നേർന്നപ്പനെയാണ് ഞങ്ങൾക്ക് ആങ്ങളെ ഉണ്ടായത്. അങ്ങനെയാണ് വെളുക്ക് കഴിച്ച് ഞങ്ങൾ അവനെ അവിടെ കൊണ്ടുപോയി. അങ്ങനെ നല്ല ഗംഭീര വിളക്ക് കഴിച്ചാണ് അവനെ ശബരിമല കയറ്റാൻ ആദ്യം 8 വയസ്സിൽ കൊണ്ടുപോയത്. 8 വയസ്സിൽ കൊണ്ടു ചെന്നേക്കാന്ന് അപ്പൂപ്പൻ നേർന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരാങ്ങളെ ഉണ്ടായത്. അതൊരു വിശ്വാസം ഉണ്ട്. എൻ്റെ കയ്യിലിരുന്ന പൈസ കൊണ്ടാണ് ഞാൻ വീടൊക്കെ പണിതത്, പൂർത്തീകരിച്ചിട്ടില്ല. അപ്പം ഞാൻ ദൈവത്തിന് ശാസ്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു പുരോഗമനം കാട്ടാട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ ആൾക്കാരൊക്കെ കൂടി, ഭർത്താവിൻ്റെ ആൾക്കാരെ കൂടി വയറിംഗ് ഒക്കെ ചെയ്തു തന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വിളക്ക് കത്തിക്കും. ഞാനിപ്പോൾ എപ്പോഴാണ് വന്നേ, നേരത്തെ വന്നേന്നൊന്നും പറയാൻ പറ്റില്ല, രാത്രിയല്ല ദിവസങ്ങൾ. അങ്ങനെ വന്ന് എനിക്കിപ്പോൾ ഒരു അനുഭവം കിട്ടിയേക്കണത്, എൻ്റെ വീടിൻ്റെ പണിയൊക്കെ ഒരുവിധമായി. മാസത്തിലൊരിക്കൽ വന്ന് ദേവിനെ കണ്ട് തൊഴുത് പോകാറുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഉത്സവത്തിൽ കൊട്ടും പാട്ടും എന്ന് പറഞ്ഞ ഒരു പരിപാടി എൻ്റെ കുടുംബക്കാർ ആങ്ങളമാരാണ് ഏറ്റെടുത്ത് നടത്തിയത്. അന്ന് അതിനകത്ത് ഭംഗിയായിട്ട് അത് കൂടാനും അനിയത്തിക്ക് ദേവിയുടെ ചൈതന്യം ഉണ്ടാവുകയും ഭയങ്കര ഒരു അനുഭവമായിട്ട് തോന്നി. അതുപോലെ പിന്നെയും ഇത് വീണ്ടും വീണ്ടും എപ്പോഴും ദേവിയുടെ അടുത്തേക്ക് വരാനും ഈ കുടുംബക്ഷേത്രം വന്നതിന് ശേഷം കുടുംബത്തിൽ നല്ലൊരു സമാധാനം എല്ലാം ഉണ്ട്. ദേവിയുടെ ചൈതന്യം ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ശ്രീ അയ്യപ്പന് മുമ്പ് തന്നെ ഇവിടെ സാന്നിധ്യമുണ്ടായിരുന്ന ശ്രീഭദ്രകാളിക്കും ശ്രീ അയ്യപ്പനും ഇവിടെ തുല്യ പ്രാധാന്യം നൽകിയാണ് ആരാധിച്ചു വരുന്നത്. രാവിലെ ഭുവനേശ്വരിയായും ഉച്ചയ്ക്ക് ദുർഗാദേവിയായും വൈകിട്ട് ഭദ്രയായി മാറുന്ന ദേവീ സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിലെ ഭദ്രകാളിയമ്മയ്ക്കുള്ളത്. ഈ ഭദ്രകാളി അമ്മയെ ദർശനം ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വരോഗ ദുരിതങ്ങളും ശത്രുദോഷങ്ങളും അകന്ന് നിങ്ങളുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും. കലാപരമായ പാട്ടും നൃത്തവും ഏറെ ഇഷ്ടപ്പെടുന്ന ഭദ്രകാളിയമ്മയുടെയും പുലക്കോട്ട ധർമ്മശാസ്താവിൻ്റെയും മുന്നിൽ വന്ന് കലാപരമായ വിദ്യകൾക്ക് ആരംഭം കുറിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ കലാപരമായ വളർച്ച ഉണ്ടാകുകയും ഉന്നതിയിലെത്തുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പുലക്കോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി വിദ്യാർത്ഥികൾ വിദ്യാരംഭം കുറിക്കുകയും കലാപരമായ കഴിവുകൾ ഈ തിരുസന്നിധിയിലെത്തി ദേവീ ദേവന്മാർക്ക് വഴിപാടായി സമർപ്പിക്കാറുമുണ്ട്. ഇവിടെ കാലാകാലങ്ങളായിട്ട് ആഴ്ച പൂജയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ നട തുറപ്പ്. അതിനുശേഷം പിന്നെ മലയാള മാസം 1-ാം തീയതിയും വിശേഷാൽ ആയില്യ ദിവസവും മാത്രമാണ് ഇവിടെ ക്ഷേത്രം നട തുറക്കുന്നത്. രാവിലെ 6 മണി മുതൽ രാവിലെ 10 മണി വരെയാണ് ക്ഷേത്രത്തിൻ്റെ സമയം. ഇവിടെ പ്രധാനമായിട്ട് ധർമ്മശാസ്താവ്, അതോടൊപ്പം തന്നെ ശ്രീ ഭദ്രകാളി, ഉപദേവതകളായിട്ട് ഗണപതി, അതേപോലെ നാഗേക്ഷി. ശാസ്താവിന് എള്ളുപായസം, നീരാഞ്ജനം മുതലായ വഴിപാടുകൾ വിശേഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഭഗവതിക്ക് ഭദ്രകാളി സ്വരൂപത്തിലുള്ള ഭഗവതിയാണ് ഇവിടെ ആരാധിക്കുന്നത്. ഭഗവതിക്ക് ഗുരുതി കടുംപായസമാണ് ഇവിടെ പ്രധാനമായിട്ടും. പിന്നെ വർഷത്തിൽ വിശേഷാലായി ഗണപതി ഭഗവാന് അപ്പം മൂടൽ പോലുള്ള വഴിപാടുകൾ ഇവിടെ നടത്തി വരുന്നുണ്ട്. നാഗേക്ഷിക്ക് നമ്മൾ വിശേഷാലായിട്ട് 100 പാലും നടത്തി വരുന്നു. കന്നിമാസത്തിലായാലും വിശേഷാലായിട്ട് കൊണ്ടാടുന്നതാണ് ഇവിടെ അതിപുരാതനമായ കാലം തൊട്ട് ഇവിടെയുള്ള ജനങ്ങൾ ആരാധിച്ചു വരുന്നിരുന്നൊരു മൂർത്തിയാണ്. ഭഗവതിയോടൊപ്പം ഇതിലിവിടെ ഈ ക്ഷേത്രം ഒരു പ്രത്യേകതയുണ്ട്. ശാസ്താവിൻ്റെ കോവിലിൽ തന്നെ ശാസ്താവിൻ്റെ പീഠത്തിൽ ഒരു മുത്തപ്പൻ്റെയും കൂടി സാന്നിധ്യമുണ്ട്. മുത്തപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട് അവിടെ. അത് കേരളത്തിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. മറ്റു ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി നോക്കിയാൽ പരിശോധിച്ചാൽ ഇങ്ങനെയുള്ളൊരു പ്രതിഷ്ഠാഭാവം
ഇല്ല. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ തൊഴാൻ നേരത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ശാസ്താവിൻ്റെ പീഠത്തിൽ തന്നെ മുത്തപ്പനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അതിപുരാതനമായി തൊട്ടുള്ള ആചാരങ്ങൾ പിന്തുടർന്നു പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പുലക്കോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രം. ക്ഷേത്ര സന്നിധി പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്താക്കളുടെ സമ്പൂർണ്ണ ദർശന പുണ്യം സാധ്യമാകണമെങ്കിലും ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ ദർശന സൗഭാഗ്യം നേടണമെങ്കിലും പെരുമ്പാവൂർ പുലക്കോട്ട ശ്രീ ധർമ്മശാസ്താവിനെയും പെരുമ്പാവൂർ ധർമ്മശാസ്താവിനെയും ദർശനം ചെയ്താൽ മതിയാകും എന്നാണ് ശാസ്ത്രവിധികൾ അനുശാസിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കളരി അഭ്യാസികളായ ആരോഗ്യ ദൃഢഗാത്രരായ പുലയരുടെ കളരി അഭ്യാസ കോട്ടയായിരുന്നു ഈ പ്രദേശം. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് പുലക്കോട്ട എന്ന് പേര് വന്നത്. ശാസ്താവിൻ്റെ ചൈതന്യം ഈ കോട്ടയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ കോട്ട പിന്നീട് ക്ഷേത്രമായി മാറിയത്. പിന്നീട് കേരളത്തിൽ ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ക്ഷേത്രവും കോട്ടയും തകർക്കപ്പെട്ടു. അങ്ങനെ ഇവിടെ ആയോധന കലകളുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന മനുഷ്യ സമൂഹം പല വഴികളിലായി പിരിഞ്ഞു. പെരുമ്പാവൂർ പുലക്കോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം. ഈ ഉത്സവം മേടസംക്രമ ഉത്സവമായിട്ടാണ് ഇവിടെ ആഘോഷിച്ചു വരുന്നത്. അന്നേ ദിവസം നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഈ തിരുവുത്സവവുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അനുജനായ ശാസ്താവിൻ്റെ ഉത്സവത്തിൻ്റെ ആറാട്ട് കഴിഞ്ഞ് പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്താവ് ആനപ്പുറത്തേറി വന്ന് തൻ്റെ ജ്യേഷ്ഠനായ പുലക്കോട്ട ധർമ്മശാസ്താവിനെ കാണുന്ന ഒരു ചടങ്ങ് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ചടങ്ങിൽ ഒരു പറ നെല്ല് ജ്യേഷ്ഠന് അനുജൻ നൽകുന്ന ഒരു ചടങ്ങും ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം മേടമാസത്തിലെ വിഷുക്കണി ദർശനത്തോടെയാണ് ഇവിടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മേടസംക്രമ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. പുലക്കോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെരുമ്പാവൂർ അയ്യപ്പ ക്ഷേത്രവും ഈ ക്ഷേത്രമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ്. 2 ശാസ്താക്കന്മാരെന്ന്, പെരുമ്പാവൂരിൽ 2 ശാസ്താക്കന്മാരെന്ന് പറയും. അവിടെ കൊടി കയറി 10 ദിവസം ഉത്സവം തീരാൻ തലേദിവസം അത് മേടസംക്ര ഉത്സവത്തിന് അവിടെ നിന്ന് ആറാട്ട് കുളിച്ച് ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് അനുവാദം ചോദിച്ചു വാങ്ങി ഇവരുടെ രണ്ടുപേരും ആ സംക്രമ സമയത്ത് ഇവർ രണ്ടുപേരും കൂടിക്കാഴ്ച ആയിട്ടുള്ള സംഭവമുണ്ട്. നമ്മളിവിടെ ഉത്സവം നടത്തിയാലും നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഈ 2 ശാസ്താക്കന്മാർ കൂടിയുള്ള ആ സംക്രമമാണ് നമുക്ക് ഇവിടെ ജനങ്ങൾ അറിയേണ്ട ഒരു കൂടി അറിയേണ്ട ആ സമയമാണ്. അവിടെ കൊടി കയറുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ പുലക്കോട്ടയിലും കൊടി കയറിക്കൊണ്ടിരുന്നത്. ഇടക്കാലം കൊണ്ട് അതിനൊരു മാറ്റം പറ്റി ചെറിയ താമ്പൂല പ്രശ്നങ്ങളൊക്കെ വച്ചതിന് ശേഷമാണ് ഈ വിഷുവിൻ്റെ തലേദിവസമാക്കി ഇവിടുത്തെ ഉത്സവം മാറി. അപ്പോൾ അവിടെ ആറാട്ട് വന്നവിടെ എഴുന്നള്ളി ഭഗവാനെ കണ്ടതിന് ശേഷം ഇവിടുത്തെ ഉത്സവത്തിന് ആരംഭമാണ്. ഇവിടെ പഴയ കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ചടങ്ങുകളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് കുറേ ചടങ്ങുകൾ ഇവിടെ വേണ്ടി വന്നു. പ്രകാരം അനുസരിച്ചാണ് അത് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നടക്കെ പഴയ മുടങ്ങിപ്പോയ തുടിയോട്ടും പാട്ടും അമ്മരത്തിന് കലമ്പപ്പ് അത് ഇപ്പോൾ
നമ്മുടെ പൊങ്കാല നിവേദിയായിട്ട് മാറുന്നു. മുടിയേറ്റുണ്ടായതാണ്, ദേവിയുടെ നടക്ക് മുടിയേറ്റുണ്ടായതാണ്. ഈ ഭഗവാന്റെ ഒപ്പം തന്നെ ചൈതന്യമായിട്ട് നിൽക്കുന്നതാണ് ഭദ്രകാളിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഭദ്രകാളിയുടെ നടക്ക് നമ്മൾ കളയെഴുത്തും പാട്ടും നടത്താറുണ്ട്, മുടിയേറ്റ് നടത്താറുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തിൽ അടുത്തായി അത് മുടങ്ങി കിടക്കുകയാണ്. ഈ 10 വർഷവും നമ്മളിപ്പോൾ ഈ വർഷം നമ്മൾ വളരെ നന്നായിട്ട് നാടൻ പാട്ടുകൾ, കൈകൊട്ടി കളികൾ, ദേവിയുടെ നടയിലുള്ള തുടിയോട്ടും പാട്ടും, ദേവിയുടെ കീർത്തനങ്ങൾ, അങ്ങനെയുള്ള വിവിധ കലാപരിപാടികളും അവന്മാർ തന്നെ പൊങ്കാലകൾ, ചെണ്ടമേളം, ബാക്കിയുള്ള കാര്യങ്ങൾ. ഇന്നിപ്പോൾ കടുവാൾ നമ്മുടെ ബ്രോഡ്വേ ജംഗ്ഷനിൽ നിന്നാണ് ഇതിൻ്റെ താലപ്പൊലി തുടങ്ങുന്നത്. പണ്ട് നമ്മുടെ കടുവാൾ കോളനിയുടെ ഒരു ഭണ്ണാരമുണ്ട്, അവിടെ നിന്നാണ് താലം വന്നിട്ടിരുന്നത്. ആനയൊക്കെ ആയിട്ട് എഴുന്നള്ളിച്ച് ഒട്ടനവധി താലവും കാര്യങ്ങളായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ടിരുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒട്ടനവധി ആൾക്കാർ ഈ മേഖലയിൽ തന്നെയുണ്ട്. അതായത് 600-700 കുടുംബങ്ങൾ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഈ പുലയ സമുദായത്തിൽപ്പെട്ടവരും ബാക്കിയുള്ളവരും. ഇത് നമ്മൾ പുലക്കോട്ട എന്ന് പറഞ്ഞാലും ഈ ക്ഷേത്രത്തെ, ഈ നമ്മുടെ ഉത്സവത്തിന് ഈ പരിസരത്തുള്ള എല്ലാ ജാതിമത ഭേദമന്യേ ഈ ക്ഷേത്രത്തിലേക്ക് ഫണ്ട് തരികയും അവർ സഹകരിക്കുകയും ഒത്തൊരുമിച്ച് പോകുന്ന ഒരു ക്ഷേത്രമാണത്. അതായത് ഭഗവാന്റെ അല്ലെങ്കിൽ നമ്മുടെ ദേവിയുടെ ഇത് രണ്ടുപേരും കൂടിയുള്ള ഒരു ശക്തമായിട്ടുള്ള, നമുക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ശക്തിയാണ് ഇവിടെ നിൽക്കുന്നത്. ഭൂരിപക്ഷം ആൾക്കാർക്ക് അതിനെ കുറിച്ച്, ഇവിടെ വന്നു പോണവർക്ക് അതിനെക്കുറിച്ച് അറിയാം. നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, ഇവിടെ വന്ന് മനം നൊന്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നടക്കാത്തൊരു കാര്യങ്ങളും ഇല്ല. അത് നമ്മുടെ പെരുമ്പാവൂർ മേഖലയിലെ ബിസിനസ്സുകാരായാലും, ആരും പേരൊന്നും എടുത്ത് പറയാനുള്ള, ബിസിനസ്സുകാരായാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നു പോയി അവരുടെ കണ്ണീര്, ആ കണ്ണ് ഈ നടക്കുമെന്ന് പറയുമ്പോൾ തന്നെ അവർ പറയണ കാര്യങ്ങൾ ഇത്ര ദിവസം ഇവിടെ വന്ന് തൊഴുതു പോകുമ്പോൾ തന്നെ അവർക്കൊക്കെ ഒരുപാട് മാറ്റം വരാറുണ്ട്. ഇത് ഈ ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ ചൈതന്യം ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരണം. അതുമാതിരി തന്നെ നമ്മുടെ ക്ഷേത്രവും കിടക്കുന്നതും ഇങ്ങനെ ശോധനാവശ്യത്തിൽ കിടക്കുന്ന ഈ ക്ഷേത്രം ഉയർത്തിക്കൊണ്ടിരണം. ഒരു ഭഗവാൻ ഉയർന്നു വരുമ്പോൾ, ഒരു ക്ഷേത്രം ഉയർന്നു വരുമ്പോഴാണ് നമ്മുടെ ജനങ്ങളും ഉയരുന്നത്. ആ ജനങ്ങൾക്കുള്ള, നമ്മുടെ ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് അതിൻ്റെ ഐശ്വര്യം ഉണ്ടാവും, ഈ നാടിന് ഐശ്വര്യം ഉണ്ടാവും. നമ്മുടെ ക്ഷേത്രം ഉയർന്ന, അല്ല സംസ്കാരത്തിൽ വ്യത്യാസം വരും, നമ്മുടെ നാട് ഉണരും, നഗരം ഉണരും, നമ്മുടെ മനുഷ്യരുടെ ഓരോരുത്തരുടെയും മനസ്സ് മാറും, ആ ദൈവികമായുള്ള ചൈതന്യം അവരിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ 10 ദിവസമായിട്ടുള്ള ഇന്ന് താലപ്പൊലിയോടുകൂടിയാണ് ഇത് അവസാനിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ 7 ദിവസത്തേക്ക് നട അടച്ചിടും. അതാണ് പതിവ് ഇവിടെ. പിന്നെ 7 ദിവസം കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ശബരിമല ക്ഷേത്രം അടച്ചിടുന്നത് പോലെ തന്നെ 7 ദിവസം ശാസ്താവിൻ്റെ നട അടച്ചിടും. അതിന് ശേഷം 7 ദിവസം കഴിഞ്ഞാണ് നട തുറക്കുന്നത്. ആ സമയത്ത് ഈ ഇവിടെ തൊഴാനോ ബാക്കിയുള്ള കാര്യങ്ങളിലും ക്ഷേത്രത്തേക്ക് ആരും വരാറില്ല. അപ്പോൾ വളരെ ശക്തി ആർജിച്ച ഒരു ക്ഷേത്രമാണ്. വിളിച്ചാൽ വെളിപ്പുറത്താണ്. ആരുടെ ഏതൊരു മനുഷ്യൻ്റെയും സങ്കടം വന്ന് ഈ നടക്കെ ബോധിപ്പിച്ചാൽ, അമ്മയുടെ അടുത്തായാലും ഭഗവാന്റെ അടുത്തായാലും ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് അച്ചട്ടായിട്ട് നടക്കുന്നുണ്ട്. ഏതാണ്ട് 30 വർഷത്തോളമായി ഞാൻ ഏകദേശം ഈ അമ്പലത്തിൽ ബന്ധപ്പെട്ട് എല്ലാ വർഷവും ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഊട്ട് നടത്താൻ പറ്റിയിട്ടുണ്ട്. ദൈവം ഈ സമയം വരെ എല്ലാ വർഷവും നമ്മൾ ഊട്ട് നടത്താറുണ്ട്. ഈ വർഷവും ദൈവം അനുഗ്രഹിച്ച സാഹചര്യം കിട്ടി. ഏതാണ്ട് 30 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അന്ന് അമ്പലത്തിൻ്റെ അവസ്ഥ ഇതല്ലായിരുന്നു. അന്ന് മുതൽ ഇപ്പോൾ പഴയ കാരണവന്മാർക്കും ഇപ്പോഴുള്ള തലമുറയ്ക്ക് വരെയും നമ്മളറിയാവുന്നത് നമ്മൾ ദൈവം അനുഗ്രഹിച്ച് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും
വളരെ സംതൃപ്തനാണ്. അവിടുന്ന് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇനി തിരിച്ചു കിട്ടില്ല എന്ന് പറയുന്ന ഒരു സമയത്ത് എൻ്റെ അമ്മ നേർന്നൊരു വഴിപാടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ ഈ അമ്പലത്തിലെ കാര്യങ്ങളിലേക്ക് എല്ലാ കാര്യവും മുന്നോട്ട്. അന്ന് ശനിയാഴ്ച ഇങ്ങനെയല്ല അവസ്ഥ, ആ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വർഷവും എല്ലാ ശനിയാഴ്ചയും വന്ന് ഞങ്ങളോടൊന്ന് വിളക്ക് വയ്ക്കുമായിരുന്നു. അപ്പം ഞാൻ വരും, ഇടയ്ക്ക് എൻ്റെ അമ്മയും ഞാനും വരുമായിരുന്നു. അതിനുശേഷം ഓരോ വർഷം ദൈവാനുഗ്രഹിച്ച് പുരോഗതിയിലേക്ക് വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ദൈവാനുഗ്രഹിച്ചാൽ അടുത്ത വർഷം ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പുലക്കോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പുണ്യവും വിശുദ്ധിയും പ്രാധാന്യവും മനസ്സിലാക്കി തങ്ങളാൽ കഴിയും വിധം ക്ഷേത്രത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ക്ഷേത്ര ഭരണസമിതി. പുലക്കോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ നവീകരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കട്ടവിരിക്കൽ, ചുറ്റുമതിൽ നിർമ്മാണം, പിന്നെ സ്ഥലപരിമിതി വളരെ കുറവാണ്. സ്ഥലം നവീകരണത്തിനായി സ്ഥലം മേടിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യം വളരെ കുറവാണ്. ക്ഷേത്ര ശ്രീകോവിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മരം വന്ന് വീണ് അതിൻ്റെ മുകൾ ഭാഗം തകർന്നിരിക്കുകയാണ്. അപ്പോൾ ചോർന്നു വലിക്കണ അവസ്ഥയിലെന്നാണ് തിരുമേനിമാർ പറയാറ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പരിപാടികളിലേക്ക് മുന്നോട്ട് പോകണം. ക്ഷേത്രം വളരെ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതെല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാനും ഇതിന് സഹകരണങ്ങൾ നൽകാനും പ്രതീക്ഷിച്ചുള്ളൂ. പെരുമ്പാവൂരിൽ വാണരുളുന്ന സഹോദരന്മാരായ ശ്രീധർമ്മശാസ്താക്കളുടെയും പെരുമ്പാവൂർ പുലക്കോട്ട ശ്രീ ധർമ്മശാസ്താവിൻ്റെ പരമഭക്തനായ മുത്തപ്പൻ്റെയും പുലക്കോട്ട ശാസ്താവിനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടെ വാണരുളുന്ന ഭദ്രകാളി അമ്മയുടെയും ഉപപ്രതിഷ്ഠകളായ മഹാഗണപതിയുടെയും നാഗയക്ഷിയുടെയും സർവ്വ അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. പറക്കാട് ജുവൽസ് ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി